മുത്തശ്ശിയാണെങ്കിൽ വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു, നീ ഇപ്പോൾ വലിയ സദാചാരം പറയുന്നുണ്ടല്ലോ, നീ ആഗ്രയിൽ എങ്ങനെയാടി കഴിഞ്ഞിരുന്നത് എന്ന് ചോദിക്കൂട്ടോ. ഇപ്പോൾ ഒരു ശീലാവധി വന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഒന്ന് നിർത്തും, അമ്മയ്ക്ക് വേറെ ഒന്നും പറയാൻ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നീ ഇങ്ങനെ വലിയ പുണ്യവതി ചമയുന്നത് കണ്ടാൽ തോന്നുമല്ലോ, നീ ഇങ്ങനെ ഗുരുക്കന്മാരെയും വീട്ടുകാരെയും നാട്ടുകാരൊക്കെ ഇങ്ങനെ അനുസരിച്ചാണ് ജീവിച്ച് പോന്നിരുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ആഗ്രയിൽ കഴിഞ്ഞ ആ കാര്യത്തിൻ്റെ പേരിൽ ഞാനും കുഞ്ഞിരാമേട്ടനും അതുപോലെ തന്നെ രാവുണ്ണിയേട്ടനും ഗംഗാധരനൊക്കെ എന്തുമാത്രമാണ് വിഷമിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ. എന്നിട്ട് അവൾ പറയുന്നത് കേട്ടില്ലേ, വലിയൊരു പുണ്യവതി എന്ന് പറഞ്ഞങ്ങ് പറയും. അപ്പോൾ അമ്മ ഒന്നും മിണ്ടായിരിക്കും, അമ്മയ്ക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് ആ സംസാരം അങ്ങ് നിർത്തണ്ടായിരുന്നു വൈജയന്തി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മ അലീനയോട് ആഗ്രയിലെ കാര്യം വല്ലതും ചോദിച്ചായിരുന്നോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, ആ ചോദിച്ചു, അവൾക്ക് ആഗ്രയിലെ കാര്യമൊന്നും അറിയില്ല, അവൾക്ക് ആഗ്രയിൽ പോയിട്ടുള്ള ആരെയും അറിയില്ല, അവൾ നിന്നോടൊന്ന് മുട്ടി നോക്കിയാണെന്ന് പറയും കേട്ടോ. നീ അവളെ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇതാക്കുമ്പോൾ അവളൊന്ന് അങ്ങ് എറിഞ്ഞു നോക്കിയതാണ് നിന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളത് നിന്നോട് ചോദിച്ച സമയത്ത് നീ അങ്ങ് പേടിക്കുകയും ചെയ്തു, അതിന് വേണ്ടിയിട്ട് പകരത്തിന് പകരം ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾക്കൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾക്കൊന്നും അറിയില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ആഗ്രയിൽ എന്തെങ്കിലും സംഭവിച്ചായിരുന്നോ എന്ന് എന്നോടൊക്കെ ചോദിച്ചു അവൾ എന്ന് പറയുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല, എനിക്കൊന്നും അറിയില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു എന്ന് മുത്തശ്ശി പറയും. അത് കഴിഞ്ഞ് പിന്നീട് വൈജയന്തി അങ്ങ് പോകാൻ നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ അവളോട് വഴക്കുണ്ടാക്കുകയൊന്നും വേണ്ട, വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ആൾ ഞാനാണല്ലോ, എല്ലാവർക്കും അവളാണല്ലോ നല്ലത് എന്ന് പറഞ്ഞിട്ട് വൈജയന്തി ദേഷ്യത്തോടെ അവിടുന്ന് പോകും കേട്ടോ. പിന്നീട് ബാലേന്ദ്രനാണെങ്കിലും നേരത്തെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ കൃഷ്ണമോളും ബബിതയും പഠിക്കുകയാണ് കേട്ടോ. ബബിത ചോദിക്കുന്നുണ്ടായിരുന്നു, അച്ഛൻ എന്താ ഇന്ന് നേരത്തെ വന്നതെന്ന്, അപ്പോൾ നിങ്ങളിവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, പഠിക്കുന്നുണ്ടോ, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്നും അറിയണ്ടേ, അപ്പം അതിന് വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയും. ഓ, സ്പൈ വർക്കാണല്ലേ എന്നിങ്ങനെ ബബിത പറയും കേട്ടോ. ബബിത പഠിക്കുകയൊന്നുമല്ല, ബുക്കിൽ ഫോണും വെച്ചിട്ട് അതിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിന് കൃഷ്ണമോള് ഫോൺ വാങ്ങി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൃഷ്ണമോൾ അവിടെ ഇരുന്ന് പഠിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അമ്മ എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ അമ്മ അവിടെ എവിടെയെങ്ങാനും കാണും, കുറച്ച് മുമ്പേ തന്നെ അലീന ചേച്ചിയുമായിട്ട് വഴക്കിട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ അതെന്തിനാ വഴക്ക് നടക്കുന്ന വയ്ക്കുമ്പോൾ അലീന ചേച്ചീനോട് എന്തെങ്കിലുമൊക്കെ അമ്മ ചോദിക്കും. അപ്പോൾ അലീന ചേച്ചി അതിന് മറുപടി പറയും. അപ്പോൾ അത് അമ്മയ്ക്ക് പിടിക്കില്ല. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് വഴക്കും ഇവിടെ നടക്കാറുണ്ട് എന്ന് പറയുമ്പോൾ പിന്നീട് കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നു, അമ്മയാണെങ്കിൽ അലീന ചേച്ചീനെ ഇവിടുന്ന് പറപ്പിക്കാൻ നിൽക്കല്ലേ, അലീന ചേച്ചി ഇന്നലെ പറക്കാൻ റെഡിയാണെന്ന് പറയട്ടെ. അപ്പോൾ വല്ലതും നടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒന്നും നടക്കില്ല, ഇത് കുറേ ആയല്ലോ അമ്മ പറയുന്നു എന്ന് പറയട്ടെ കൃഷ്ണമോള്. അപ്പോൾ നിങ്ങൾ പഠിച്ചു പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടുന്ന് പോവും. അത് കഴിഞ്ഞ് പിന്നീട് അലീനേനെ വിളിക്കുന്നുണ്ടായിരുന്നു. അലീനേനെ വിളിക്കുമ്പോൾ വൈജയന്തിയും കൂടെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇന്ന് ബാലേന്ദ്രൻ ഊണ് കഴിക്കാൻ വന്നപ്പോൾ അലീനേനെ വിളിച്ച് കാറിൽ കയറ്റിക്കൊണ്ട് പുറത്തു പോയോ എന്ന് ചോദിക്കും. ബാലചന്ദ്രൻ അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഞാൻ അലീനേനെയും കൊണ്ട് ബാങ്കിൽ വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു, അവൾക്കൊരു അക്കൗണ്ട് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ബാങ്കിൽ പോയ കാര്യമൊക്കെ നീ അലീനേനോട് ചോദിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി അല്ലല്ലോ ബാലേന്ദ്രൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, പിന്നെ അതൊക്കെ അലീനയോട് ഞാൻ ചോദിക്കാനുള്ള അവകാശം എനിക്കുണ്ട് എന്നൊക്കെ വൈജയന്തി പറയുമ്പോൾ, പിന്നെ നീ എന്തിനാ എന്നോട് ഇത്രയും വൾഗറായിട്ടുള്ള ചോദ്യം ചോദിച്ച്, നിനക്ക് ഇങ്ങനെ അലീനേനും കൊണ്ട് പുറത്ത് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോരായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അക്കൗണ്ട് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബാലേന്ദ്രൻ എന്തിനാ അവൾക്ക് അക്കൗണ്ട് എടുത്ത് കൊടുക്കുന്നത്, അവൾ ഇങ്ങനെ ബാലേന്ദ്രനോട് ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ, പിന്നെ ബാലേന്ദ്രൻ എന്താ ഇത്ര നിർബന്ധം അവൾക്ക് അക്കൗണ്ട് എടുത്ത് കൊടുക്കണം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളിങ്ങനെ കയ്യിൽ പൈസ നിൽക്കുന്നില്ല, അവൾ എല്ലാവർക്കും എടുത്ത് ദാനം കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ അവളങ്ങ് കൊടുത്തോട്ടെ, അതിനിപ്പോൾ നമ്മൾ അതിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെയാണ് കേട്ടോ വൈജയന്തി പറയുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടൊക്കെ എടുത്ത് കൊടുത്ത് ഇങ്ങനെ പാസ്ബുക്കൊക്കെ അലീനയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ATM കാർഡും അതുപോലെ തന്നെ ചെക്ക് ബുക്കൊക്കെ അവർ നാളെ തന്നെ സെൻഡ് ചെയ്തിരുന്നു പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പാസ്ബുക്ക് അലീനയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അത് വൈജയന്തി തട്ടിപ്പറിച്ചങ്ങ് വാങ്ങിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ 1,87,000 രൂപ എങ്ങാണ്ട് ഇങ്ങനെ ബാലേന്ദ്രൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും രൂപ എവിടെ നിന്നാന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീനയ്ക്കും അറിയില്ലല്ലോ അതിൽ പൈസ ഇട്ട കാര്യമൊന്നും. അപ്പോൾ അലീന ആകെ ഞെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാലേന്ദ്രനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, അത് ഞാൻ അവൾക്കൊരു കോമ്പൻസേഷൻ കൊടുത്തതാണ് എന്ന് പറയുമ്പോൾ, എന്തിനാണ് അവൾക്ക് കോമ്പൻസേഷൻ കൊടുത്തത്, അവൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുണ്ടല്ലോ, അവൾ പൈസ ഇങ്ങോട്ടല്ലേ തരേണ്ടതെന്ന് പറയുമ്പോൾ, അതിൻ്റെ ഉള്ളിലൊരു കടം ഒളിഞ്ഞിരിപ്പുണ്ട്, അത് ഇപ്പോൾ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല, അത് കുറച്ച് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലായിക്കോളും എന്ന് പറയൂ കേട്ടോ. അപ്പോൾ വൈജയന്തിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. വൈജയന്തി പറയും, പിന്നെ അതിലിങ്ങനെ 1,57,000 മാത്രമേ ഞാനിട്ട് കൊടുത്തിട്ടുള്ളൂ, ബാക്കി 30,000 രേവതിക്കുട്ടിയുടെ വീട്ടുകാർ വന്നപ്പോൾ അവൾക്ക് കൊടുത്ത പൈസയാണെന്ന് പറയൂ കേട്ടോ. അപ്പോൾ വൈജയന്തിക്കാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രൻ പറഞ്ഞത് അങ്ങ് വിശ്വസിക്കാനും പറ്റുന്നില്ല കേട്ടോ. അലീനയാണെങ്കിലും ഇതെല്ലാം ഇങ്ങനെ കേട്ട് ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. ബാലേന്ദ്രൻ പൈസ ഇടുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അലീനയോട്.
പിന്നെ അതുപോലെ തന്നെ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, അലീനേനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നിൽക്കല്ലേ, പിന്നെ അവൾക്ക് എന്തിനാ ഈ പാലായിലൊരു ബാങ്ക് അക്കൗണ്ട് എന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ അവളെ ഈ വീട്ടിൽ നിന്നല്ലേ നിനക്ക് പറഞ്ഞു വിടാൻ പറ്റുള്ളൂ, പാലായിൽ നിന്ന് പറഞ്ഞു വിടാനുള്ള ഇതൊന്നും നമുക്കില്ലല്ലോ എന്ന് പറയൂ കേട്ടോ. പിന്നെ അവൾ ഇവിടെ ഇങ്ങനെ വേറെ വീട്ടിൽ എവിടെ ജോലി ചെയ്യാനാ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് നീ ഇങ്ങനെ ഓർത്ത് വിഷമിക്കൊന്നും വേണ്ടല്ലോ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും ഒക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അവൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ, ഓ അങ്ങനെയും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കട്ടോ. മനു ആണെങ്കിലും അവളെങ്ങനെ പറഞ്ഞു വിടുന്ന സമയത്ത് വിളിച്ച് പറഞ്ഞാൽ മതി, കാറും വന്ന് കൊണ്ടുപോയിക്കോളാം എന്നൊക്കെയാണല്ലോ പറഞ്ഞത്, മനുവും കൂട്ടിനുണ്ടാവുമല്ലോ എന്ന് പറയും. അപ്പോൾ നിനക്ക് മാത്രമേ അവളെ വേണ്ടാത്തതുള്ളൂ, അങ്ങനെ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറയും കേട്ടോ. അപ്പോൾ അലീനയോടും വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് അടിയതെന്ന്. അപ്പോൾ അലീനൊന്നും മിണ്ടാതെ അങ്ങ് അകത്തേക്ക് പോകും കേട്ടോ. അപ്പോൾ വൈജയന്തിക്കാണെങ്കിലും ആകെ ദേഷ്യം വരികയാണ്. എന്നിട്ട് ആ പാസ്ബുക്ക് എടുത്തിട്ട് എനിക്കിപ്പോൾ അത് കത്തിച്ച് കളയാനാണ് തോന്നുന്നതെന്ന് പറയുമ്പോൾ, നീ അത് കത്തിച്ച് കളഞ്ഞെന്ന് വെച്ചിട്ട് അക്കൗണ്ടിലെ പൈസയ്ക്കൊന്നും സംഭവിക്കില്ലല്ലോ, വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രനെ അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് അലീനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അലീന അടുക്കളയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ പാസ്ബുക്കൊക്കെ കൊണ്ട് ആ നിലത്ത് കൊണ്ടുപോയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇന്നടി നിൻ്റെ പാസ്ബുക്ക്, ഈ 1,85,000 രൂപ നീ കൊണ്ടുപോയി തിന്നു എന്ന് പറയട്ടോ. അപ്പോൾ എനിക്കിത് തിന്നേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഞാനിങ്ങനെ ചികിത്സ ചെയ്യാൻ ഇങ്ങനെ പണം ഇല്ലാത്തവർക്ക് കൊടുക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ വൈജയന്തി അലീനയോട് പറയുന്നുണ്ടായിരുന്നു, നീ വലിയ ദാനശീലയാണല്ലോ, പൈസ ഉള്ളവരുടെ കയ്യിൽ നിന്ന് അതെങ്ങനെയും അടിച്ചു മാറ്റിയിട്ട് മറ്റുള്ളവർക്ക് ദാനം കൊടുക്കില്ലേ, നിൻ്റെ സ്വഭാവം അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ അങ്ങ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് ഇങ്ങനെ അലീന പറയുന്നുണ്ടായിരുന്നു, ഇത് എനിക്ക് ഇങ്ങനെ സാറ് തന്നിട്ടുള്ള കോമ്പൻസേഷനാണ്, അത് മാഡത്തിന് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയട്ടെ. അപ്പോൾ നിനക്ക് എന്തിൻ്റെ പേരിലാണ് ബാലേന്ദ്രൻ കോമ്പൻസേഷൻ തരേണ്ടത്, നിനക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ എത്ര 1,50,000 രൂപയോളം ബാലേന്ദ്രൻ ചിലവാക്കിയില്ലേ, പിന്നെ അത് നീ ഇങ്ങോട്ടാണ് തരേണ്ടത്, അപ്പോൾ നിനക്ക് എന്തിനാണ് പിന്നെ കോമ്പൻസേഷൻ തരേണ്ടതെന്ന് പറയുമ്പോൾ, അത് മാഡത്തിന് അറിയില്ലെങ്കിലും സാറിന് നന്നായിട്ട് അറിയാം, അതാണ് സാർ എനിക്കിത് തന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തിൻ്റെ പേരിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് വേണമെങ്കിൽ ഞാൻ പറയാമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അലീനയാണെങ്കിലും പറയുകയാണ്, അന്ന് എൻ്റെ വയറ്റിൽ കത്രിക അങ്ങനെ അറിയാതെ വീണതൊന്നുമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. വൈജയന്തി അതിൻ്റെ മുന്നിൽ പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ അബദ്ധം കൊണ്ട് നിൻ്റെ വയറ്റിൽ ഇങ്ങനെ കത്രിക തുളഞ്ഞു കയറിയനല്ലേ ബാലേന്ദ്രൻ 1,50,000 രൂപയോളം ആശുപത്രിയിൽ ചിലവാക്കിയത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീടാണ് അലീന ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അന്നിങ്ങനെ അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കത്രിക ഇങ്ങനെ എൻ്റെ വയറ്റിൽ ഇങ്ങനെ തറച്ചതൊന്നല്ല, അത് ഞാൻ മനഃപൂർവ്വം എടുത്ത് കുത്തിയതാണെന്ന് പറയുമ്പോൾ, നിനക്കെന്താ സ്വന്തം ജീവൻ കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കത്രിക എടുത്ത് കുത്താൻ വേണ്ടിയിട്ട് എന്താ വട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ വട്ടിങ്ങനെ എനിക്കല്ല, മാഡത്തിൻ്റെ മകനായിരുന്നു എന്ന് പറയും കേട്ടോ. പിന്നീട് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ അലീന അങ്ങ് തുറന്ന് പറയുന്നുണ്ടായിരുന്നേ. രോഹിത് ഇങ്ങനെ കോളേജിൽ പോകാമെന്ന് പറഞ്ഞ് പോയിട്ട് അരമണിക്കൂറിന് മുന്നേ തന്നെ തിരിച്ചു വന്നതും, അതുപോലെ തന്നെ ഹരിനെ റൂമിൽ ഒളിപ്പിച്ച് കയറ്റിയതും, അതുപോലെ തന്നെ നടന്ന കാര്യങ്ങളൊക്കെ അങ്ങ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് വൈജയന്തി ആണെങ്കിൽ അലീനയോട് ചോദിക്കുന്നത് എന്താണെന്നറിയോ, നീ ഇങ്ങനെ മുഖത്ത് നോക്കി പച്ചക്കള്ളം പറയുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ ഈ പച്ചക്കള്ളം പറഞ്ഞാണോ നീ ബാലേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ അടിച്ച് മാറ്റിയത് എന്നും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊന്നും സാറിനോട് പറഞ്ഞിട്ടില്ല എന്ന് പറയൂ കേട്ടോ. സാർ അതെല്ലാം മനസ്സിലാക്കിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് അലീനയോട് അങ്ങനെ ചോദിക്കുമ്പോൾ അലീനയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് മുത്തശ്ശിയുടെ റൂമിലേക്കാണ് ചെല്ലുന്നത് അലീന. അപ്പോൾ എന്തായിരുന്നു അവിടെ ഒരു വഴക്ക് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ മുത്തശ്ശി. അപ്പോൾ അതിങ്ങനെ സാർ എന്നെ വിളിച്ചുകൊണ്ട് ബാങ്കിലേക്ക് പോയില്ലേ, അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മാഡം എന്ന് പറയുമ്പോൾ, അത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, അത് അത്യാവശ്യമുള്ളൊരു കാര്യമില്ലേ, അതിനെന്തിനാണ് അവൾ വഴക്കുണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ പിന്നീട് ബാലേന്ദ്രനാണെങ്കിലും അലീനയുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ പൈസ ഇട്ട കാര്യമൊക്കെ പറയുന്നുണ്ട്. സാറ് കുറച്ചധികം രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, എത്ര രൂപ ഇട്ടു എന്ന് ചോദിക്കും കേട്ടോ. ഒരു 1,85,000 രൂപ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയും. ഞാൻ ശരിക്കും ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ട് അത് നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. 1,85,000 രൂപ ഇട്ടു എന്ന് പറയും. അപ്പോൾ അതിനപ്പോൾ ബാലൻ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, അതൊരു കോമ്പൻസേഷനായിട്ട് ഇട്ടതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അലീനയുടെ ഹോസ്പിറ്റൽ ബില്ലൊക്കെ ബാലേന്ദ്രനാണല്ലോ കൊടുത്തത്, അപ്പോൾ അത് കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് കേട്ടോ മുത്തശ്ശിയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതവൻ ചെയ്തത് ശരിയായില്ല, വൈജി അതിന് വഴക്കുണ്ടാക്കിയാൽ തെറ്റില്ല എന്നാണ് കേട്ടോ മുത്തശ്ശിയും പറയുന്നത്. അപ്പോൾ എന്തിനാണ് അവൻ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്രയും രൂപ ഇട്ടത് നിനക്കറിയാമെങ്കിൽ പറയുമെന്ന് പറയും. അതൊരു കോമ്പൻസേഷനായിട്ട് ഇട്ടതാണെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തിനെന്ന് ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുകയാണ്, നിനക്കറിയാമെങ്കിൽ പറയാടി എന്ന് പറയും. അപ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിനോടും പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ. അലീനയാണെങ്കിലും അന്ന് ഹരി രോഹിത്തും കൂടെ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. വീണ്ടും വീണ്ടും അതന്നെ ഇങ്ങനെ പറയേണ്ടതെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഇത്രയും പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം അങ്ങ് തുറന്നു പറയുന്ന സമയത്ത് മുത്തശ്ശിക്കും ആകെ സങ്കടമാവുന്നുണ്ട്. എന്തൊക്കെയാണ് കൊച്ചി ഞാൻ ഈ കേൾക്കുന്നത്, ഇതൊന്നും എന്നോട് ആരും പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണോ സംഭവങ്ങൾ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ അലീനയും പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആരോടും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ ആർക്കും അറിയില്ലായിരുന്നു. അന്ന് ഞാനിങ്ങനെ മനുവേട്ടനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, മനുവേട്ടൻ ഞാൻ പറഞ്ഞത് കള്ളാണെന്ന് മനസ്സിലാക്കി എന്നോട് നിർബന്ധിച്ചപ്പോഴാണ് ഞാൻ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷേ ഞാൻ സാറിനോട് ഇപ്പോഴും പറഞ്ഞിട്ടില്ല, സാർ അതെങ്ങനെയോ മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സാറിങ്ങനെ ഹോസ്പിറ്റലിൽ അടച്ച
തുക തന്നെ എൻ്റെ അക്കൗണ്ടിലേക്കും എനിക്ക് ഇട്ട് തന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്കാണെങ്കിലും പിന്നെ ആകെ സങ്കടമാവുന്നുണ്ട് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ. പിന്നീട് വൈജയന്തിനോടും കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് മുത്തശ്ശീനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. മാഡത്തിനോട് ഞാനിപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ, നീ വൈജയനോട് ഇതെല്ലാം പറഞ്ഞോ എന്ന് ചോദിക്കും. അതേ, ഞാൻ പറഞ്ഞു. ഞാൻ കുറേ പിടിച്ച് നിന്നതാണ്, പക്ഷേ എനിക്ക് പറ്റിയില്ല. ഞാൻ ആരുടെ മുന്നിലൊക്കെ ഇങ്ങനെ ഉത്തരം പറയണം, ഇങ്ങനെ ചെയ്യാത്ത തെറ്റിന് ഇങ്ങനെ ഓരോന്നിങ്ങനെ കേൾക്കേണ്ടി വരുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് മടുത്തു, എവിടേക്കെങ്കിലും ഒന്ന് പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ അലീന ഭയങ്കര സങ്കടത്തിൽ പറയുകയാണ്. ഇപ്പോൾ തന്നെ മുത്തശ്ശിയും ഇങ്ങനെ സാറിങ്ങനെ എൻ്റെ അക്കൗണ്ടിലേക്ക് പണം ഇട്ടു എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ തെറ്റ് വിചാരിച്ചില്ലേ, തെറ്റ് പറഞ്ഞില്ലേ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, അത് ഈ കാര്യങ്ങളൊന്നും അറിയാതെ അല്ലേ മോളെ, മോളത് ക്ഷമിച്ചേക്കെന്ന് പറയൂ കേട്ടോ. പിന്നീട് അലീന അവിടെ നിന്ന് പോകുമെന്ന് പറയുമ്പോൾ തന്നെ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയൊന്നും പറയല്ലേ മോളെ, പിന്നെ എനിക്ക് ആരാ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തിൽ അലീനൻ്റെ കൈയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അലീനയാണെങ്കിലും ഭയങ്കര സങ്കടത്തിൽ നിൽക്കുകയാണ് കേട്ടോ മുത്തശ്ശീനോട് ഇതെല്ലാം. പിന്നെ അലീനയാണെങ്കിലും മുത്തശ്ശീനോട് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ സാർ എൻ്റെ അക്കൗണ്ടിലേക്ക് പണം ഇട്ടതും ഇങ്ങനെ മാഡാണെങ്കിൽ അത് വേറൊരു രീതിയിലേക്കാണ് എടുത്തിട്ടുള്ളത് എന്നും ഇങ്ങനെ പറയുന്നുണ്ട്. ഭയങ്കര സങ്കടത്തിലാട്ടോ അതൊക്കെ ഇങ്ങനെ അലീന പറയുന്നത്. മുത്തശ്ശിക്കും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നല്ല സങ്കടമായിട്ടുണ്ട്. പിന്നീട് വൈജയന്തി ആണെങ്കിൽ രോഹിത്തിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. രോഹിത്താണെങ്കിൽ ഫോണിൽ ഇങ്ങനെ എന്തൊക്കെയോ നോക്കിക്കൊണ്ട് ഇങ്ങനെ ചിരിച്ചൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ, ഓ അമ്മയായിരുന്നോ, ഞാൻ വിചാരിച്ചു എന്നിങ്ങനെ പറയും. ബാക്കി പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ വൈജയന്തി ആണെങ്കിലും ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ രോഹിത്തിനെ നോക്കിക്കൊണ്ടാണ് കേട്ടോ ചെല്ലുന്നത്. അപ്പോൾ രോഹിത്തിന് മനസ്സിലാവുന്നുണ്ട് കാര്യം അത്ര പന്തിയല്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കിടന്നിടത്തുനിന്ന് എണീറ്റ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വൈജയന്തിയുടെ മുന്നിലേക്ക്. എന്നിട്ട് എന്താ അമ്മേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വൈജയന്തി ആണെങ്കിലും രോഹിത്തിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീയും ഹരിയും കൂടെ ഇങ്ങനെ അലീനയ്ക്ക് ഇങ്ങനെ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ രോഹിത്താണെങ്കിലും മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത് ചോദിക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് നടന്ന കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയടാ എന്നൊക്കെ പറഞ്ഞ് രണ്ട് കാരണവും നോക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി ആണെങ്കിലും. പിന്നീട് അലീനയോട് പറയുന്നുണ്ടായിരുന്നു, കല്യാണം കഴിയാത്ത ആൺകുട്ടികളുള്ള വീട്ടിൽ നിന്നെ നിർത്താൻ കൊള്ളില്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അലീന തിരിച്ച് പറയുന്നുണ്ടായിരുന്നു, മാഡത്തിൻ്റെ മകനെ പെൺകുട്ടികളോട് ഇങ്ങനെ റെസ്പെക്റ്റോടുകൂടി പെരുമാറാൻ ആദ്യം പഠിപ്പിക്കണമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പ്രമോയിൽ ഇത്രയൊക്കെയാണ് കാണിച്ചത്. റിവ്യൂ ഇഷ്ടമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്